ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആവേശപ്പോരിന്റെ അവസാന മണിക്കൂറുകളിലാണ് ഏറനാടൻ മണ്ണ് സാക്ഷാർ നിലമ്പൂർ. നാളെയാണ് കൊട്ടിക്കലാശമെങ്കിലും ഇന്നലെ കണ്ടത് കൊട്ടിക്കലാശത്തോളം പോകുന്ന ആവേശ പ്രകടനങ്ങളാണ്. പ്രിയങ്ക ഗാന്ധി, യൂസഫ് പത്താൻ, ആർത്തിരമ്പി ആയിരങ്ങൾ ഒഴുകിയെത്തിയ ആൾക്കൂട്ടം വോട്ടായി മാറുമോ എന്നതാണ് പൊളിറ്റിക്കൽ ആകാംക്ഷ. അവിടെ തമ്പടിച്ച് പ്രചരണം നടത്തിയ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിസഭയിലെ ഓൾമോസ്റ്റ് എല്ലാ മന്ത്രിമാരും, പ്രതിപക്ഷ നേതാവ്, UDF ടോപ്പ് ബ്രാസിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, BJP സംസ്ഥാന അധ്യക്ഷൻ, MLA-മാർ, MP-മാർ ഒന്നും വേണ്ട, VIP-കൾ വീട് കയറിയ പ്രചരണ ദിവസങ്ങൾ. നാളെ തിരുമ്പോൾ ഉയരുന്നുണ്ട് ചോദ്യങ്ങൾ. അൻവറില്ലാത്ത പോരാട്ടത്തിൽ ആ മണ്ഡലം മൂന്നാം വട്ടം നിലനിർത്താൻ M സ്വരാജിന്റെ പ്രതിച്ഛായയ്ക്ക് കരുത്തുണ്ടോ? ആര്യാടൻ ലെഗസി കരുത്തോടെ തിരിച്ചുപിടിക്കുമോ? പുത്രൻ ആര്യാടൻ ഷൗക്കത്ത് എന്ന നിലമ്പൂരിന്റെ ബാപ്പുട്ടിക്ക. 9 വർഷം മണ്ഡലത്തിന്റെ MLA ആയിരുന്ന PV അൻവറിന് സ്വാധീനം എത്രയാണ്? ആവേശപ്പേമാരിയിൽ കാത്തിരിക്കുന്നത് ആരുടെ വീഴ്ച, ആരുടെ വാഴ്ച? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിലംപോര്. അപ്പോൾ പ്രേക്ഷകർക്ക് അറിയും പോലെ നാളെയാണ് അവിടെ കുട്ടിക്കലാശം. കൊടുമ്പിരി കൊണ്ട് കുട്ടിക്കയറുകയാണ് പ്രചാരണം. അൻവറിന്റെ ഇന്നലത്തെ റോഡ് ഷോയിൽ കണ്ട വലിയ ജനപങ്കാളിത്ത മുന്നണികളെ അസ്വസ്ഥമാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ അത് ശരിയല്ല. 9 വർഷം MLA ആയിരുന്ന വ്യക്തിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കോണ്ടാക്ട് ഉണ്ട്. വോട്ടാകുമോ എന്നത് മറ്റൊരു കാര്യം. എന്തായാലും അൻവർ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഒരു ഫാക്ടർ പോലും അല്ലെന്ന് പറയുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. റോഡ് ഷോ, കുടുംബ സംഗമങ്ങൾ, വോട്ടർമാരെ പരമാവധി നേരിൽ കാണൽ, സ്ഥാനാർത്ഥികൾക്ക്, മുന്നണികൾക്ക് ഉറക്കമില്ലാത്ത രാഷ്ട്രീയ ഉത്രാടപ്പാച്ചിലാണ്. വീറും വാശിയും നിറഞ്ഞ പ്രചാരണങ്ങൾക്കൊടുവിൽ നാളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട്. പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ മുന്നണികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നിലമ്പൂരിലുണ്ട്. PV അൻവറിന്റെ റോഡ് ഷോയിലെ ജനപങ്കാളിത്തം LDF-ലും UDF-ലും സജീവ ചർച്ചയാണ്. മേൽത്തട്ടിലെ വോട്ടുകളും ചോരുമെന്ന് PV അൻവർ. എന്നാൽ ബാധിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവർ ഫാക്ടറില്ലെന്ന് KPCC അധ്യക്ഷനും. എല്ലാവരും ചോദിക്കുന്ന അടിയൊഴുക്കുണ്ടെന്ന്. അടിയൊഴുക്കല്ല, മേലക്കൂടെ തന്നെ ഒഴുകുന്നത്. ചേലക്കര മത്സരിച്ചുള്ള അൻവറിന്റെ സ്ഥാനാർത്ഥി, വാട്ട് വാസ് ദ ഇമ്പാക്ട്? ദാറ്റ് വിൽ ബി റിപ്പീറ്റഡ് ഹിയർ ഓൾസോ. ഒരിക്കലും ഒരു ഫാക്ടർ അല്ലല്ലോ. പെരുമഴയാണെങ്കിലും കലാശക്കൊട്ടിന് മുൻപുള്ള റോഡ് ഷോകളും തകൃതിയായി തന്നെ നടക്കുന്നു. CPIM-ന്റെയും UDSF-ന്റെയും നേതൃത്വത്തിൽ ഇന്ന് ഈ റോഡ് ഷോകൾ നടന്നു. അവയെല്ലാം ശക്തി പ്രകടനമായി മാറി. ഒപ്പം CPIM-ന്റെ മഹാകുടുംബ സംഗമവും. ഇന്നേക്ക് 3-ാം നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക്. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏതു മുന്നണിയെയായിരിക്കും ബാധിക്കുക? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് വോട്ടർമാർ ഉത്തരം നൽകും. സ്വന്തം ക്യാമ്പിൽ ഏറ്റുമുട്ടൽ, അത് കഴിഞ്ഞ് MLA സ്ഥാനം രാജിവെക്കൽ, UDF-മായി അടുക്കുന്നുവെന്ന പ്രതീതിക്കിടെ UDF-മായി പരസ്യമായി കൊമ്പുകോർക്കൽ, അതിരുകടന്ന പല പ്രതികരണങ്ങൾ. ഈ പോക്കൊരു രാഷ്ട്രീയ മണ്ടത്തരമാണോ എന്ന ചോദ്യം ഉയർന്നെങ്കിലും ഒരു കാര്യം ഉറപ്പ്, നിലമ്പൂരിൽ അൻവർ ഒരു ചെറിയ മീനല്ല. അത് നേതാക്കൾ സമ്മതിക്കുന്നില്ലെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. UDF-ന് കുറച്ച് വോട്ട് PV അൻവറിന് പോയേക്കാം എന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തല 24-നോട്. 9 വർഷം MLA ആയതുകൊണ്ട് കുറച്ച് വോട്ട് പിടിക്കും. അൻവർ കൂടുതലും പിടിക്കുക LDF-ന്റെ വോട്ടായിരിക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ദീപക് തർമ്മടുമായി രമേശ് ചെന്നിത്തല സംസാരിച്ചു. റിപ്പോർട്ടിലേക്ക്. പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശമാവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാനവട്ട പ്രചരണത്തിൻ്റെ നേതൃത്വം നൽകി രമേശ് ചെന്നിത്തല നിലമ്പൂരിൽ തന്നെയുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി മണിക്കൂറുകളില്ല വോട്ടർമാർക്കിടയിലെത്താൻ. എന്താണ് ഒടുവിലത്തെ അഭിപ്രായം? വോട്ടർമാർ അവരുടെ മനസ്സ് പാകപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഈ നിയമമണ്ഡലത്തിൽ കാണാൻ കഴിയും. വളരെ വ്യക്തമാണ്. UDF-ന് ഒരു മേൽക്കൈയുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി തന്നെ പ്രവർത്തകരിലും ജനങ്ങളിലും ഒരു വല്ലാത്ത ആവേശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് വോട്ടായി മാറും. പിന്നെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം വളരെ ശക്തമാണ്. ഈവൻ CPM പ്രവർത്തകന്മാർ പോലും എൻ്റെ പ്രവർത്തനങ്ങളിൽ നിരാശരാണ്. അപ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, സർക്കാരിനോട് എതിർപ്പുള്ള ജനങ്ങളുടെ വോട്ട് UDF-ന് അനുകൂലമായി മാറും. പിന്നെ ബേസിക്കായി കോൺഗ്രസിനുള്ള വോട്ട് ഇവിടെയുണ്ട്, ലീഗിനുമുള്ള വോട്ടുണ്ട്. അതുകൂടി വരുമ്പോൾ
നല്ല ഒരു കംഫർട്ടബിൾ മാർജിൻ ജയിക്കുമെന്നാണ് എൻ്റെ ഈ വിശ്വാസം. അൻവർ വലിയ ആളെ കൂട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പരിപാടി നടത്തി. ഇന്നലെ കണ്ടു, ദേശീയ നേതാക്കളേക്ക് ഇറക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു നമ്മൾ അൻവർ ഘടകമല്ല എന്നൊക്കെ UDF നേതാക്കൾ പറയുമെങ്കിലും അൻവർ ഒരു ഘടകമാണോ മണ്ഡലത്തിൽ? അൻവർ ഈ പറയുന്നത്ര വലിയ ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ചോട്ട് എന്തായാലും പിടിക്കും. അത് 9 വർഷം MLA ആയിരുന്ന ഒരാളല്ലേ. പക്ഷെ അത് ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞങ്ങളുടെ MLA അല്ലായിരുന്നല്ലോ അദ്ദേഹം, അത് ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നു. UDFന് കിട്ടേണ്ടിയിരുന്ന കുറച്ച് വോട്ടുകൾ അൻവറിന് പിടിക്കാൻ സാധിക്കില്ലേ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് 10 വർഷക്കാലത്തെ ബന്ധം ഇടതുപക്ഷവുമായിട്ടാണ്. അവരുടെ വോട്ട് പോകാൻ നോക്കിയാൽ മതി, ഞങ്ങളുടെ വോട്ടൊന്നും പോകില്ല. LDF വോട്ട് മാത്രമായിരിക്കും അൻവർ കൊണ്ടുപോകുന്നത്. മറ്റൊന്ന്, ഇവിടെ സ്ഥാനാർത്ഥി വോട്ടായിരിക്കും കൂടുതൽ പിടിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. UDF വോട്ടും പോയേക്കാം, അല്പസ്വല്പം വല്ലതും പോയേക്കാം. പക്ഷേ ഞങ്ങളെ അത് ബാധിക്കാൻ പോകുന്ന കാര്യമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ BJPയുടെ വോട്ട് ഈ മണ്ഡലത്തിൽ എങ്ങനെ വരുമെന്നുള്ളതാണ്. കാരണം BJPയുടെ കാൻഡിഡേറ്റ് BJPയും CPM-ഉമായിട്ടൊരു അന്തർധാര ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരാദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ ഒരു പേരിന് വേണ്ടി സ്ഥാനാർത്ഥിയെ നിർത്തി. അപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. BJPയും CPM-ഉമായ ഒരു അന്തർധാരയൊക്കെ സാധ്യതയുണ്ടോ നിലമ്പൂർ പോലത്തെ 100% സാധ്യതയുണ്ട്. 100%. അപ്പോൾ ഒരു മാർജിൻ എന്ന് പറയുന്നത് എത്ര വോട്ടിന്റെ വിജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടത്തക്ക രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ ഞങ്ങൾക്ക് അനുകൂലമായി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ പ്രവർത്തകന്മാരും മറ്റുള്ളവരും വോട്ട് പിടിച്ച് അതാക്കിയെടുക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. താങ്ക് യു. വളരെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല 24-നോട് പറയുന്നത്. നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ രാജേഷ് വളരിക്കൊണ്ടൊപ്പം ദീപക് ധർമ്മടം, 24. ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ അടിത്തട്ടിൽ ചർച്ചയാവുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിലമ്പൂരിന്റെ ഏകദേശം ഒരു 50% ആളുകളും അവരുടെ നേർക്കുനേർ ജീവിതമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ദൈനംദിന ഏറ്റുമുട്ടൽ നിൽക്കുന്ന മനുഷ്യന്മാരാണ്. അവർക്ക് എന്താണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കാര്യം എന്ന് അവർ തിരിച്ചു ചോദിക്കും. പക്ഷേ എന്താണ് നമ്മൾ പാലക്കാട് കണ്ടതുപോലെ നമ്മൾ കണ്ടത് ന്യൂനപക്ഷ വോട്ട്, ഭൂരിപക്ഷ വോട്ട്, ധ്രുവീകരണം, ജമാഅത്ത് ഇസ്ലാം, വെൽഫെയർ പാർട്ടി, VDP, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരുകൾ തന്നെ നമ്മൾ കണ്ടു. പോട്ടെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ CPM BJP അവിശുദ്ധ കൂട്ടുകെട്ട് ശ്രമിക്കുമെന്ന് പറയുകയാണ് UDF കൺവീനർ അടൂർ പ്രകാശ് 24-നോട്. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം ആരോപിക്കുന്നത്. PV അൻവറിനെ റോഡ് ഷോയിൽ കണ്ട പകുതി ആളുകളും UDFന് വോട്ട് ചെയ്യുമെന്നും അടൂർ പ്രകാശ് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി ഒരു ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് UDF ക്യാമ്പിന്. ഇപ്പോൾ UDFിന്റെ കൺവീനർ അടൂർ പ്രകാശ് ചേരുകയാണ് 24-നൊപ്പം. എങ്ങനെയാണ് ഇപ്പോൾ ഒരു അവസാന കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്? അല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ പ്രചോദനവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതൊന്ന്. അതേസമയം തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയം കൈവരിക്കുമെന്ന് വന്ന നാൾ മുതൽ ഞാൻ പറയുന്നു. വെറുതെ പറയുന്നതല്ല. അതിന് പല ഘടകങ്ങളുണ്ട് എന്ന് നിങ്ങൾ കണ്ടാൽ മതി. ഇടതുപക്ഷം പ്രത്യേകിച്ച് 3 ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി UDFനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. അതിൽ കുറച്ചും കൂടി ഒരു ശ്രദ്ധ വേണമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളിവിടെ ചർച്ച ചെയ്തിട്ടില്ല. ആ ചർച്ചകൾക്കൊന്നും ഒരു വഴിയും ഞങ്ങൾ ഒരുക്കിയിട്ടില്ല. ഇത് മുഖ്യമന്ത്രി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. പിന്നെ അത് കൂടാതെ വേറെ ഒരാളുണ്ടല്ലോ, ഗോവിന്ദൻ, പിന്നെ CPM-ന്റെ സെക്രട്ടറി, അദ്ദേഹവും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? PV അൻവർ ഇന്നലത്തെ റോഡ് ഷോയിലൊക്കെ വലിയ ജനപങ്കാളിത്തം ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? അതൊക്കെ ഉണ്ടാവും, അതിന് കാര്യമൊന്നുമില്ല. അതിൽ നല്ല ഭൂരിപക്ഷം ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരാണ്. ആ റോഡ് ഷോയിലുള്ള നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇടവേളയ്ക്ക് പോകുമ്പോൾ പറഞ്ഞ ഡൗസൺ, നിലമ്പൂരിൽ ഇന്ന് കാണുന്ന റോഡുകൾ, പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരൻ ഡൗസൺ. ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസ് ഉദ്യോഗസ്ഥനായ ഡൗസൺ നിർമ്മിച്ച റോഡുകളുടെയും പാലങ്ങളുടെയും ബംഗ്ലാവുകളുടെയും ഒക്കെ വലിയ കഥകളിലേക്ക്. നിലമ്പൂരിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ബ്രിട്ടീഷ് വംശജനായ ES ഡോസിൻ്റേത്. 1930-കളിൽ നിലമ്പൂരിലെത്തി നിലമ്പൂരിലെ റോഡുകളും പാലങ്ങളും നിർമ്മിച്ച വ്യക്തിയാണ് ES ഡോസൻ. ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ES ഡോസൻ. നീണ്ട 15 വർഷക്കാലമാണ് ES ഡോസൻ ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തത്. അതിൽ 10-ലധികം വർഷം നിലമ്പൂരായിരുന്നു ഡോസന്റെ തൊഴിലിടം. ഈ കാലയളവിലാണ്
നിലമ്പൂരിലെ പ്രധാനപ്പെട്ട റോഡുകളും പാലങ്ങളും ES ഡോസൻ നിർമ്മിച്ചത്. ഫോറസ്റ്റ് എഞ്ചിനീയറായിരുന്ന ഡൗസൻ നിർമ്മിച്ച റോഡുകളും പാലങ്ങളും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത് നിലമ്പൂർ തേക്കിനെ നാടുകടത്താനായിരുന്നു. കനൂലി സ്ഥാപിച്ച തേക്ക് തോട്ടങ്ങളിൽ നിന്നുള്ള തേക്കുമരങ്ങൾ അങ്ങനെ നിലമ്പൂരിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. 1930 ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിലടക്കം നിലമ്പൂർ തേക്ക് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് ഡൗസൻ എന്ന എഞ്ചിനീയറിംഗ് പ്രതിഭയുടെ സഹായത്തോടെയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇപ്പോഴത്തെ പോലെയല്ല, അന്ന് വനം വകുപ്പിന് എഞ്ചിനീയറിംഗിന് ഒരു പ്രത്യേക വിങ് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസ് എന്നാണ് അറിയപ്പെടുക. അതിലെ ഒരു എഞ്ചിനീയറായിരുന്നു ഈ പറഞ്ഞ ഡോസൻ. അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ ചെറുപുഴ കടന്നു പോകാൻ ഒരു പാലം നിർമ്മിച്ചു. അത് 1931 അതിനുശേഷമാണ് അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പോയിട്ട് കരിമ്പുഴയ്ക്ക് കുറുകെ രണ്ടാമത്തെ പാലം നിർമ്മിച്ചു. അത് 1933 നിലമ്പൂരിൽ ഡൗസന്റെ ഇഷ്ടസ്ഥലമായിരുന്നു നെടുങ്കയം. നെടുങ്കയത്തെ ഈ ബംഗ്ലാവിലാണ് നിലമ്പൂരിൽ ആദ്യാവസാനം ഡൗസനും കുടുംബവും താമസിച്ചിരുന്നത്. 1920 നിർമ്മിച്ച ഈ ബംഗ്ലാവ് 2017 വനം വകുപ്പ് ഏറ്റെടുത്ത് പുതുക്കി പണിതു. 2017 മുതൽ വനം വകുപ്പിന് കീഴിലുള്ള ഈ ബംഗ്ലാവിനെ ഡൗസൻ ബംഗ്ലാവ് എന്നാണ് വിളിക്കുന്നത്. ആയിരത്തി 1938 തന്റെ 41 വയസ്സിലാണ് ഡൗസൻ എന്ന വിശ്വവിഖ്യാത എഞ്ചിനീയർ മരണപ്പെടുന്നത്. നെടുങ്കയത്ത് കുളിക്കുന്നതിനിടെയാണ് ഡൗസൻ മരണപ്പെട്ടത്. ഡൗസന്റെ ഇഷ്ടാനുസരണം ഡൗസൻ ഇഷ്ടപ്പെട്ട ഇവിടെ തന്നെ ഡൗസന്റെ മൃതശരീരം സംസ്കരിക്കുകയായിരുന്നു. ഡൗസന്റെ ഓർമ്മയ്ക്കായി ഇന്നും ഈ ശവകുടീരം ഇവിടെ സംരക്ഷിച്ചു പോകുന്നു. ക്യാമറ പേഴ്സൺ അദീഷിനും പ്രണവിനുമൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജിനായി വോട്ട് അഭ്യർത്ഥിച്ച് മമ്മൂട്ടിയുടെ സഹോദരനും സിനിമാ താരവുമായി ഇബ്രാഹിം കുട്ടിയും ഷുക്കൂർ വക്കീലും. തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പിൽ M സ്വരാജിനെതിരെ UDF സ്ഥാനാർത്ഥി K ബാബുവിന് വേണ്ടി ഇബ്രാഹിം കുട്ടി നേരത്തെ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. ആ തെറ്റു തിരുത്താനാണ് ഇത്തവണ സ്വരാജിന് ഇറങ്ങുന്നതെന്ന് ഇബ്രാഹിം കുട്ടി 24 പറഞ്ഞു. ഇനി അങ്ങോട്ട് ഇടതോരം ചേർന്നാണ് സഞ്ചാരം എന്നും ഇബ്രാഹിം കുട്ടി പറയുകയാണ്. നിലമ്പൂരിൽ പ്രചാരണാവേശം കൊടുമ്പിരി കൊള്ളുകയാണ്. ഈ അവസാനഘട്ട ട്രാക്കിലേക്ക് മുന്നണികൾ കയറുമ്പോൾ സ്റ്റാർ ക്യാമ്പയിൻസ് അടക്കം സജീവമായ രംഗത്തുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം സിനിമാ പ്രവർത്തകരായ ഷുക്കൂർ വക്കീലും പിന്നെ ഇബ്രാഹിം കുട്ടിയും ചേരുകയാണ്. മമ്മൂട്ടി സഹോദരൻ കൂടിയാണ് ഇബ്രാഹിം കുട്ടി. ആദ്യം ഇബ്രാഹിം കുട്ടിയിലേക്ക് പോകാം. എങ്ങനെയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ്? എങ്ങനെയുണ്ട്? ആവേശമൊക്കെ ഉണ്ടോ? സ്വരാജിനായാണ് ഇപ്പോൾ പര്യടനത്തിൽ എത്തിയിരിക്കുന്നത്. അതെ 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 ആവേശമുണ്ട്. പക്ഷേ ഈ മഴ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷെ മഴയൊന്നും ആരും പരിഗണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ആവശ്യം നമ്മൾ കാണുന്നുണ്ട്. ഞാനിപ്പോൾ യാത്ര ചെയ്ത് ഇങ്ങനെ വരിക, അപ്പോൾ നമുക്ക് റോഡിലും അവിടെയുള്ള ആളുകളുടെ സഭ കൂടലും ഒക്കെ കാണുമ്പോൾ ഒരു ആവേശത്തിലാണ് ജനങ്ങൾ തോന്നുന്നത്. ഈ രാഷ്ട്രീയം വെളിപ്പെടുത്തുന്ന ആദ്യമായിട്ടാണോ? രാഷ്ട്രീയം വ്യക്തമായി വെളിപ്പെടുത്തുന്നത് ആദ്യമായിട്ട്. സ്ഥാനാർത്ഥിക്ക് പര്യടനത്തിന് ആദ്യമായിട്ടാണ്? അല്ല, നേരത്തെ സൗഹൃദത്തിന്റെ പേരിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒരാൾ ഞാനും ഇതിന്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ്. മമ്മൂട്ടിയുടെ രാഷ്ട്രീയമൊക്കെ നേരത്തെ പൊതുമധ്യത്തിൽ ബോധ്യപ്പെട്ടാണ്. അപ്പോൾ ഇബ്രാഹിം കുട്ടിയുടെ ആദ്യത്തെ വ്യക്തമായ രാഷ്ട്രീയ വെളിപ്പെടുത്തലാണ് ഈ സ്വരാജിനായി പര്യടനത്തിനെത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സ്വരാജിന് വേണ്ടി ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഇലക്ഷന് വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ നമ്മൾ ഈ സൗഹൃദത്തിന്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരിക. കഴിഞ്ഞ പ്രാവശ്യം ബാബുവിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അവന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വരാജിനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു മണ്ടത്തരമായി പോയെന്ന് ഇപ്പോൾ. അന്ന് ബാബുവിന് വേണ്ടിയാണ് പോയത്. അന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവര് മെമ്പർഷിപ്പ് തരുമെന്ന് ചോദിക്കണം. കുട്ടിയുടെ രാഷ്ട്രീയ ഇടതാണ് ഇപ്പോൾ ഇടതാണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയൊക്കെ എങ്ങനെയുണ്ട്? അണ്ടർഗ്രൗണ്ടിലൊക്കെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, വീടുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഗ്രൗണ്ടിൽ എങ്ങനെയുണ്ട്? പ്രതീക്ഷ? തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ്. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. സാധാരണ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ സ്വരാജ് MLA ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 139 MLA-മാരും സ്വരാജിനെ കാത്ത് നിയമസഭയിൽ ഉണ്ട് എന്നാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായും ഈ നമ്മുടെ മതേതര കേരളം നിലനിൽക്കണമെങ്കിൽ ഈ ഘട്ടത്തിൽ ഈ വർഗീയ പിന്തുണ ഇല്ലാതെ, ഇപ്പം മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കളൊക്കെ കർക്കശമായി പറയുന്നൊരു കാര്യം വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. അതൊരു പ്രഖ്യാപനം തന്നെയാണ്. തീർച്ചയായും പ്രതീക്ഷിച്ചു തന്നെ. എന്തായാലും കൊണ്ടും കൊടുത്തുമുള്ള രാഷ്ട്രീയ ഗോതയിലെ പോരാട്ടത്തിൽ സിനിമാ താരങ്ങളടക്കം പ്രചാരണക്കളത്തിലിറങ്ങി നിലമ്പൂരിന്റെ ആവേശം അതങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. ഉച്ചസ്ഥായിലാണുള്ളത്. സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ.
ഇന്നലെ കണ്ടത് അൻവർ ഒരുക്കിയ പൂരമാണെങ്കിൽ ഇന്ന് കണ്ടത് കലാശക്കൊണ്ട് മണിക്കൂറുകൾ മാക്കി നിൽക്കെ കണ്ടത് വൻ റോഡ് ഷോയുമായി UDF പൂരമാണ്. ഇടക്കരയിൽ നടന്ന റോഡ് ഷോയിൽ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് നേതാക്കൾ ഉൾപ്പെടെ ഭാഗമായി. നിലമ്പൂരിൽ നിന്നും റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലാണുള്ളത്. ഇപ്പോൾ നിലമ്പൂരിൽ എടക്കരയിലുള്ള യൂത്ത് മാർച്ചാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസും ഒപ്പം തന്നെ KSU നേതാക്കളും ചേർന്നുകൊണ്ടുള്ള മാർച്ചാണ്. രാഹുൽ മാങ്കോട്ടത്തിൽ അടക്കമുള്ള PK ഫിറോസ് അടക്കമുള്ള അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകൾ, ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് വലിയൊരു മാർച്ച് എടക്കരയിലേക്ക് നടക്കുന്നത്. നാളെയാണ് കലാശക്കൊട്ട്. അതിനു മുമ്പുള്ള ഏറ്റവും മികച്ച പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം രാഹുൽ മാങ്കോട്ടത്തിലേക്കാണ് ആദ്യം. എന്താണ് നിലവിലൊരു ആവേശം മനസ്സിലാകുന്നത്? നിലവിൽ ചെറുപ്പക്കാരുടെ ഒരു ആവേശം കാണുന്നില്ലേ? ചെറുപ്പക്കാരുടെ ആവേശം, അവർക്ക് ആവേശമുണ്ട്, സർക്കാരിനോട് പ്രതിഷേധമുണ്ട്. ഇത് രണ്ടും ആര്യാടൻ ഷൗക്കത്തിനുള്ള വോട്ടുകളായി മാറും. ഇവിടെ ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാകാൻ പോവുകയാണ്. ചെറിയ വോട്ടിനല്ല, ചെറിയ മാർജിനല്ല, ഇവിടെ ലാൻഡ് സ്ലൈഡ് മാർജിൻ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാൻ പോവുകയാണ്. ഈ നാളാണ് കലാശക്കൊട്ട്. അതിനു മുമ്പുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ എല്ലാം മേജർ വെടിക്കെട്ടുകളായിരുന്നു, മേജർ സെറ്റ് ആയിരുന്നു എല്ലാം. അതുകൊണ്ട് സാമ്പിളൊന്നുമില്ല. കലാശക്കൊട്ട് ഇതിലും ഗംഭീരാകും. 2 ദിവസമായി കലാശക്കൊട്ടിന് സമാനമാണ് നിലമ്പൂര്. കാരണം ഇന്നലെ പ്രിയങ്ക ഗാന്ധി എത്തുന്നു, ഇന്ന് യൂത്തിന്റെ ഒരു മാർച്ച് കാണുന്നു. നമുക്കതിന് തങ്ങളിലേക്കാണ്. എന്താണ് ഒരു പ്രതീക്ഷ? നിങ്ങൾ കാണുന്നില്ലേ, യുവാക്കള് ഏറെ ആവേശത്തിലാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി യുവാക്കൾ രംഗത്തിറങ്ങി കഴിഞ്ഞു. യുവാക്കൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അത് ഗവൺമെന്റ് ഒരിക്കലും ഒരു യുവ സൗഹൃദ ഗവൺമെന്റായി മാറിയില്ല എന്നത് ഒരു വാസ്തവമാണ്. അതിനെതിരെയുള്ള ശക്തമായ ഒരു വിധിയിലെഴുത്തിലായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതൊക്കെയാണ് കുട്ടിക്കലാശത്തിന് തലേ ദിവസം നിലമ്പൂർ കാണുന്ന കാഴ്ചകൾ.